നമസ്കാരം, ഹിസ്റ്ററി ടുഡേയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് സൂര്യകുമാർ സെൻ. 1894 മാർച്ച് 22 ചിറ്റഗോങ്ങിലെ നോവാപാരയിൽ അദ്ദേഹം ജനിച്ചു. മാതാപിതാക്കൾ രാജമണി സെൻ, ശശിബാല സെൻ. വിദ്യാഭ്യാസം ചിറ്റഗോങ്ങിലെ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം ബഹ്റാംപൂർ കൃഷ്ണനാഥ് കോളേജിൽ നിന്ന് ബിരുദം നേടി. കോളേജ് പഠനകാലത്താണ് വിപ്ലവ പ്രസ്ഥാനങ്ങളോട് അദ്ദേഹത്തിന് ആഭിമുഖ്യം തോന്നിയത്. പഠനത്തിന് ശേഷം അദ്ദേഹം ചിറ്റഗോങ്ങിലെ ഉമാതാര ഹൈസ്കൂളിൽ അധ്യാപകനായി ചേർന്നു. സ്നേഹനിധിയായ അധ്യാപകൻ എന്ന നിലയിൽ വിദ്യാർത്ഥികൾ അദ്ദേഹത്തെ മാസ്റ്റർ ദ എന്ന് വിളിച്ചു. ഈ പേരാണ് പിന്നീട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ മാസ്റ്റർ ദ. സൂര്യസെൻ അഹിംസയേക്കാൾ സായുധ വിപ്ലവത്തിലാണ് വിശ്വസിച്ചിരുന്നത്. അദ്ദേഹം ഇന്ത്യൻ റിപ്പബ്ലിക് ആർമി ചിറ്റഗോങ് ബ്രാഞ്ച് എന്ന സംഘടന രൂപീകരിച്ചു. ആനന്ദ് സിംഗ്, ഗണേഷ് ഘോഷ്, ലോക്നാഥ് ബാൽ തുടങ്ങിയവരായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന അനുയായികൾ. പ്രീതിലത വന്ദേധാർ, കൽപ്പന ദത്ത് തുടങ്ങിയ സ്ത്രീകളെയും അദ്ദേഹം വിപ്ലവത്തിലേക്ക് നയിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ചിറ്റഗോങ് ആയുധപ്പുര ആക്രമണം. 1930 ഏപ്രിൽ 18 ചിറ്റഗോങ്ങിലെ 2 പ്രധാന ബ്രിട്ടീഷ് ആയുധപ്പുരകൾ പിടിച്ചെടുക്കുക, ടെലിഫോൺ ടെലിഗ്രാഫ് ബന്ധങ്ങൾ വിച്ഛേദിക്കുക, റെയിൽവേ ട്രാക്കുകൾ തകർക്കുക എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ. വിപ്ലവകാരികൾ ആയുധപ്പുരകൾ പിടിച്ചെടുത്തു. അവിടെ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തുകയും ചെയ്തു. അവർ താൽക്കാലിക ഒരു വിപ്ലവ സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തു. ആക്രമണത്തിന് ശേഷം വിപ്ലവകാരികൾ ജലാലാബാദ് കുന്നുകളിൽ അഭയം പ്രാപിച്ചു. ഏപ്രിൽ 22 ബ്രിട്ടീഷ് സൈന്യവുമായുണ്ടായ രൂക്ഷമായ ഏറ്റുമുട്ടലിൽ നിരവധി വിപ്ലവകാരികൾ രക്തസാക്ഷികളായി. എന്നാൽ സൂര്യസെൻ വേഷം മാറി രക്ഷപ്പെടുകയും ഒളിവിൽ താമസിച്ച് പോരാട്ടം തുടരുകയും ചെയ്തു. ഏകദേശം 3 വർഷത്തോളം ഒളിവിൽ കഴിഞ്ഞ സൂര്യസെന്നിനെ നേത്രസെൻ എന്നൊരാൾ ബ്രിട്ടീഷുകാർ കുറ്റിക്കൊടുത്തു. 1933 ഫെബ്രുവരി 16 ഗൈറാല ഗ്രാമത്തിൽ വെച്ച് അദ്ദേഹം പിടിക്കപ്പെട്ടു. ജയിലിൽ വെച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചു. അദ്ദേഹത്തിൻ്റെ പല്ലുകൾ അടിച്ചു തകർത്തു, എല്ലുകൾ അടിച്ചൊടിച്ചു. കൈയും കാലുമെല്ലാം ചതച്ചരച്ച അവസ്ഥയിൽ, അബോധാവസ്ഥയിലാണ് അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ കൊണ്ടുപോയത്. 1934 ജനുവരി 12 സൂര്യസെൻ എന്ന മഹാവിപ്ലവകാരിയെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി. മൃതദേഹം വിപ്ലവകാരികൾക്ക് വിട്ടു നൽകാതെ ബംഗാൾ ഉൾക്കടലിൽ കെട്ടിത്താഴ്ത്തുകയാണ് ചെയ്തത്. മരണത്തിന് മുൻപായി അദ്ദേഹം ഒരു സന്ദേശം നൽകി: നിങ്ങളുടെ ലക്ഷ്യം മറക്കരുത്, വിപ്ലവത്തിൻ്റെ അഗ്നി ജ്വലിപ്പിച്ചു നിർത്തുക.